പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പൂരിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പൂരി ഇങ്ങനെ പരത്തുന്നത് കേട്ടോ. നമ്മൾ പൊടിയൊന്നും പരട്ടാതെ, പൊടി മുക്കാതെ പരത്തുന്ന നല്ലത്. അപ്പോൾ നമ്മുടെ എണ്ണ ചീത്തയാകില്ല. ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഒരു ലേശം നമ്മുടെ വിരളെ തൊട്ടിട്ട് എണ്ണ പരട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ പൂരിയായിട്ട് കിട്ടുമേ. വലിയ ബോൾ എടുക്കാമെങ്കിൽ വലിയ പൂരിയും കിട്ടുമേ. നമുക്ക് ഒരേ ലെവലിൽ അതിൻ്റെ തിക്നെസ്സും കിട്ടുമേ. എല്ലാ സൈഡും ഒരേപോലെ പരന്ന് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് എളുപ്പം പരത്തിയെടുക്കാൻ പറ്റും. ഒരു പ്ലാസ്റ്റിക് കവർ മാത്രം മതി നമുക്ക്. അപ്പം ഇതാണ് നല്ലത്, ഇങ്ങനെ പരത്തുന്നത് നല്ലത്. പിന്നെ എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തും കൂടി ഇങ്ങനെ ഒന്ന് എണ്ണ ഇങ്ങനെ നമ്മൾ ആ സ്പൂണും കൊണ്ടൊന്ന് തൂക്കി കൊടുക്കാൻ കൊണ്ടല്ലോ നന്നായിട്ട് പൊങ്ങി വരുവേ പൂരി. നമ്മൾ പൂരി ഇട്ട് കൊടുത്തിട്ട് അനക്കാതിട്ടിരുന്ന് കഴിഞ്ഞാൽ അത് പൊങ്ങില്ല. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ആ തവിയിട്ടൊന്ന് അനക്കി കൊടുക്കാമെന്നുണ്ടെങ്കിൽ പൂരി നന്നായിട്ട് ബോൾ പോലെ പൊങ്ങി വരുവേ. എണ്ണ നന്നായിട്ട് ചൂടാവുകയും വേണം നമ്മൾ പൂരി ഉണ്ടാക്കുന്ന സമയത്ത്. വേണ്ട എല്ലാം നമ്മുടെ പൂരിയെല്ലാം നല്ല ബോൾ പോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റും ആവും തണുക്കുന്ന ഉടനെ. അപ്പം പൂരി ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാനിന്ന് പൂരിക്ക് കറി ഉണ്ടാക്കുന്നത് നമ്മുടെ വെള്ളക്കടല, വലിയ കടലയാണ്. അപ്പോൾ ഇവിടെ ചോലയെന്നാണ് വെള്ളക്കടലയ്ക്ക് പറയുന്നത്. അപ്പോൾ പൂരിയും ചോലയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ സൺഡേ ആയതുകൊണ്ട് ഓൾറെഡി രാവിലത്തേക്ക് ഉച്ചയ്ക്കാണ് കഴിക്കുന്നത്. ലേറ്റായിട്ടാണ് എല്ലാവരും എണ്ണിക്കുന്നത്. അപ്പം ഉച്ചയായി നാസ്ത കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നാസ്ത പൂരിയും ചോലയും ചായയായിരുന്നു.